ഗായ്സ്, അപ്പോൾ ഇന്നൊരു മീൻകറി ഉണ്ടാക്കലെന്നെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച്, അപ്പോൾ ഓയിൽ ചൂടായി വന്ന കടുക് ഉലുവ ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് അതൊന്ന് പൊന്നരായിട്ട് വരുന്ന സമയത്ത് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് 2 പച്ചമുളകും ഇട്ട്, അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് 2 ടൊമാറ്റോ എടുത്ത് നമ്മൾ മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേസ്റ്റ് കൂടി ഒഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പേസ്റ്റ് ഒഴിക്കുന്ന കുറച്ചും കൂടി ഒരു തിക്നെസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉള്ളി ചേർക്കില്ല, സവാല എന്ന് പറയുന്ന കേൾക്കാം. എനിക്ക് ഇവിടെയൊക്കെ ഉള്ളി എന്നാണ് പറയുക. ആ ഉള്ളി ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മധുരിക്കും. മീനെന്ന് വെച്ചാൽ കുറച്ച് വലിയ മീനാണ്. അപ്പോൾ ആ മീനിൻ്റെ പേര് കേതലെന്നും പറയും, ചൂര എന്നും പറയും. ചൂര മീൻ എന്ന് പറയുന്നത് തമിഴിലാന്ന് തോന്നുന്നു, കേതൽ. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടിട്ട് 2 ടീസ്പൂൺ ഇട്ടിനി. അപ്പോൾ അതിൻ്റെ അപ്പുറം ഒരു നല്ലോണം ഒന്ന് മിക്സായി, നല്ലോണം ആ ഓയിലൊന്ന് എന്താ പറയുക, പച്ചമണമൊക്കെ പോയിട്ട് ഒന്ന് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇപ്പോൾ മല്ലിപ്പൊടി 1 സ്പൂണ്, അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കുന്നതെന്ന് വെച്ചാൽ ഓയിലൊക്കെ പിരിഞ്ഞ് വരണം. അപ്പോൾ ആ മീൻ കറിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ പുളി കുറച്ച് കുടംപുളിയാണ് ഒഴിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു നെല്ലിക്ക സൈസിൽ പുളിയെടുത്ത് പുതർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചത്, പുളി മിക്സാക്കിയിട്ട്. അപ്പോൾ പുളീൻ്റെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പുളിയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഈ മീനിൻ്റെ കഷ്ണങ്ങളങ്ങ് മീനിൻ്റെ കഷ്ണം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ നല്ലോണം ഒന്ന് തിളച്ച് വരണം, എന്നാലും ആ മീനിക്കൊരു ടേസ്റ്റ് കിട്ടാം. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇളക്കി, എന്നാൽ ചെറുങ്ങനെ ഇളക്കുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഇളക്കുന്നത്. അതെന്താ വെച്ചാൽ സൈഡൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച സമയത്ത് നല്ലോണം ഒന്ന് തിളച്ചപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി. ഗ്യാസ് ഓഫാക്കിയിട്ട് അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ തന്നെ. അപ്പോൾ അടുത്തൊരു മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനിന് മറ്റേ പാനൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൻ്റെ കൊണ്ട് കറിവേപ്പിലിട്ട്, അപ്പോൾ മീനിന് ആദ്യം തന്നെ മസാല ഒക്കെ പെരക്കിയിട്ട് വെച്ചിന്. അപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതന്നോട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് കേതൽ പൊരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ഒന്നും ഇഷ്ടപ്പെടാറില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു ഇതായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വിട്ടതിന് ശേഷം തിരിച്ചും കൂടി ഇട്ടു. അപ്പോൾ ഇതൊന്ന് നല്ലോണം തിരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തേ. അപ്പോൾ നല്ലോണം ഉള്ളിയൊക്കെ ഒന്ന് പൊരിഞ്ഞ് കിട്ടാൻ ഭയങ്കര ഒരു പാടില്ല മീനാണ്. കുറേ ഓയിലൊക്കെ ഒഴിച്ചാലും ഞാൻ പിന്നെ എനിക്കിങ്ങനെ ഓവറായിട്ട് മുക്കി പൊരിക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ എനിക്കൊന്നും തന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ ആയിട്ട് അവർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഉച്ചഭക്ഷണം അത് തൊട്ടരിയത്തുള്ള കറി പച്ചക്കറിയാണ്. പച്ചക്കറി വെച്ചതും വറവും പപ്പടവും മീൻ പൊരിച്ച മീൻ കറിയും ഒക്കെ ആയിട്ട് ഊണ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നിങ്ങളും കൂടി ഊണ് കഴിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്.